ഹലോ ഗായ്സ്, അപ്പം നമ്മൾ 30 ഫ്രീ ട്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഓരോ ട്രൈ ആയിട്ടും പിന്നെ 10 ആയിട്ട് കൊടുക്കാം. അപ്പം ഞാൻ മാത്രമല്ല, എൻ്റെ കൂട്ടുകാരൻ അൻസും കൂടി ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് സ്പിൻ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ മാറി മാറി ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പം നിങ്ങൾക്ക് ആരാ ഈ ഫ്രീ ട്രൈയിൽ നിന്ന് കിട്ടി, അല്ലാന്നുണ്ടെങ്കിൽ കോൺട്രാക്റ്റ് ആയിട്ട് കിട്ടിയതാ, അതൊക്കെ പറയാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ട്രൈ എൻ്റെ ഒരു സ്പിന്നോടുകൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം മൂഞ്ചൽ എന്നിലൂടെ ആരംഭിക്കട്ടെ. അപ്പോൾ AMF ആണ്, പക്ഷേ ബേസ് കാർഡാണ് ഗായ്സ്. അപ്പോൾ ഇതിൽ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയാനായിട്ട് ആ ഗോൾ ഒഴികെ ആര് കിട്ടിയാലും മതി, ഒരു എപ്പിക്ക് എന്ന രീതിയിൽ. അപ്പോൾ ഗോൾ കീപ്പർ ഓൾറെഡി എൻ്റെ കയ്യിൽ ഡിഗയുണ്ട്, അതുകൊണ്ടാണ് വേണ്ടാത്തത്. അപ്പോൾ അൻസിൻ്റെ ട്രൈയിൽ ആരെങ്കിലും കിട്ടുമോ നോക്കാം. അപ്പോൾ അൻസ് കുറേ ട്രിക്കൊക്കെ കാണിക്കുന്നുണ്ട്, നോക്കട്ടെ. അപ്പോൾ അതിൽ കിട്ടുമോ നോക്കട്ടെ ഗായ്സ്. ഇല്ല ഗായ്സ്, കീപ്പറാണല്ലോ. പേര് നോക്കട്ടെ കേട്ടോ. അല്ല ഗായ്സ്, ഭാഗ്യമുണ്ട്, എപ്പിക്കല്ല. ഞാൻ വിചാരിച്ചു നമ്മുടെ എപ്പിക്ക് കീപ്പറാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ആ സെലക്ഷൻ കോൺട്രാക്റ്റ് കിട്ടുകയില്ല, അപ്പോൾ ഗോളി കിട്ടുകയും ചെയ്തു. അങ്ങനത്തെ ഒരു ഇതാവും. അപ്പോൾ ഇനി എൻ്റെ രണ്ടാമത്തെ ട്രൈ ആണ് ഗൈസ്. കുറച്ച് ഡീറ്റെയിൽസൊക്കെ എടുത്ത് നോക്കാം നമുക്ക്, എന്നിട്ടൊക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടട്ടെ. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ മൂന്നാമത്തെ സ്പിന്നിലേക്ക് പോവാണ്. അപ്പോൾ മൂന്നാമത്തെ സ്പിന്നിൽ ലാഗൊക്കെ അടിക്കുന്നുണ്ട് ഗായ്സ്. അപ്പോൾ CB എന്തായാലും ഇത് ഈ പാക്കിലില്ല, അപ്പോൾ അതും ബേസ് ആയിട്ടുണ്ട്. ഒരു 5-6 നമുക്ക് ഓരോരോ സ്പിൻ കൊടുക്കാം, ബാക്കി ഒരു 5-6 ഒരുമിച്ച് കറക്കി നോക്കാം, അങ്ങനെയും കിട്ടട്ടെ. അപ്പോൾ ഇത് നമുക്ക് CB കിട്ടിയപ്പോഴാണ് ഓർത്തത്, നമ്മൾ ഇപ്പോൾ കോയിൻ സേവ് ചെയ്ത് വെക്കേണ്ടത് തന്നെ ഒരു CBക്ക് വേണ്ടിയാണ്. ഒരു നല്ലൊരു ബിൽഡപ്പ് CB എന്നാൽ അപ്പം നമ്മൾ കോയിൻ കറക്കുന്നതായിരിക്കും. അപ്പോൾ മിക്കവാറും നമ്മൾ ഒരു 10,000 പേരെ നോക്കും, എന്നിട്ട് കറക്കുള്ളൂ. അപ്പോൾ ഇത് ഇനിയിപ്പോൾ അനസിൻ്റെ ട്രൈ ആണ് ഗായ്സ്. അപ്പോൾ അനസിന് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ അവൻ കുറേ ട്രിക്കൊക്കെ നോക്കുന്നുണ്ട്. ഈ ട്രിക്ക് എന്ന് പറഞ്ഞാൽ സാധനമില്ല, എന്നാൽ കൂടിയും എല്ലാം ഒന്ന് ടാപ്പ് ചെയ്ത് നോക്കട്ടെ, എന്തെങ്കിലും ആവട്ടെ. കിട്ടിയാൽ കിട്ടി. അപ്പോൾ എന്തായാലും നമുക്ക് ഗോൾ കീപ്പറെ വേണ്ട, അത്രേ ഉള്ളൂ. വേറെ ആരെ കിട്ടിയാലും ഹാപ്പി. അപ്പം നിങ്ങൾക്ക് ഗോൾ കീപ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. അപ്പം നമുക്ക് ഇതിലും കിട്ടിയിരിക്കുന്നത് ഒരു ബേസ് കാർഡ് തന്നെയാണ് ഗായ്സ്. അപ്പം ഇനി നമുക്ക് അടുത്തൊരു സ്പിന്നിലേക്ക് പോകാം. അപ്പോൾ അടുത്ത സ്പിന്ന് നോക്കട്ടെ, കുറച്ച് നമുക്ക് ട്രിക്ക് ഉണ്ടോ നോക്കാം, ഒന്നുകൂടി നോക്കി വെക്കാം. ട്രിക്കില്ല, എന്നാലും അങ്ങനെയൊക്കെ ഇത് കിട്ടിയാലോ. വേണ്ട, നമുക്ക് വെറുതെ അങ്ങോട്ട് കൊടുത്ത് നോക്കാം. 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്തിട്ടൊക്കെ കിട്ടണമെങ്കിൽ കിട്ടട്ടെ, എന്തായാലും ഒരെണ്ണം കിട്ടും. അപ്പം ഇത് ഒരു CF ആണ് ഗായ്സ്. ഇനി നമ്മുടെ അല്ല ഗായ്സ്, ഇതും ബേസാണ്. അപ്പം ഇതും പോയിട്ടുണ്ട്. അപ്പം നമ്മളതിൽ കുറേ പേര് കോയിൻ വെച്ചിട്ട് കറക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൊരു 10-15,000 ആയിട്ട് ഇനി കറക്കുള്ളൂ. അപ്പം അന്ന് നിങ്ങൾ കുറേ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മൾ 500 കറക്കിയത്. അപ്പം നമ്മുടെ ട്രൈ എത്തിയിട്ട് വീണ്ടും ഒരു ട്രൈയും കൂടി. ഇതൊരു DMF ആണ്. അപ്പോൾ ഇതും ഒരു ബേസ് കാർഡ് തന്നെയാണ്. ഇനിയിപ്പോൾ എൻ്റെ ട്രൈ ആണോ അൻസിൻ്റെ ട്രൈ ആണോ നോക്കട്ടെ. അൻസിൻ്റെ തോന്നുന്നു. അപ്പോൾ ഈ ഒരു ട്രൈയും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 5 നോക്കാം. അപ്പോൾ ഇത് അൻസിൻ്റെ ട്രൈ ആണ് ഗായ്സ്. അപ്പോൾ ഇതിലാരെ കിട്ടാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ അപ്പോൾ ഒന്ന് കൂടുതൽ പറയുന്നുണ്ട്, അത് ഓട്ടോമാറ്റിക് തന്നെയാണ്. അപ്പോൾ DMF ബ്രൂണോ ഗെമിറസ് ആണെന്ന് തോന്നുന്നു, എഡ്മിൽസൺ അല്ല. അതെ, ന്യൂ കാസ്റ്റിൻ്റെ DMF ആങ്കർമാൻ. എന്തിനാണ് 5 സ്റ്റാർ അടിച്ചാലുള്ള അവസ്ഥ ഇതാണ്. അപ്പം നമുക്ക് എങ്ങനെ കറക്കിയാലും ഇതിൽ നിന്ന് ഒരാളെ കിട്ടാൻ മതിയായിരുന്നു. ഇനി കീപ്പറെങ്കിൽ കീപ്പർ എന്നൊക്കെ പറയാം, എന്നാലും കീപ്പർ വേണ്ട, വേറെ ആരെ കിട്ടിയാലും ഹാപ്പി. അപ്പോൾ അത് കണ്ട ഗായ്സ്. അപ്പം നമ്മൾ കുറച്ചൊക്കെ ട്രിക്കൊക്കെ നോക്കിയാൽ ഉള്ളിലൊക്കെ കയറിയിട്ട് ബാക്കൊക്കെ അടിച്ചൊന്ന് നോക്കാം. അപ്പോൾ ഇത് എൻ്റെ ട്രൈ ആണ് തോന്നുന്നു ഗായ്സ്. അതെ, എൻ്റെ ട്രൈ തന്നെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് CF ഇതും കിട്ടിയിട്ടില്ല ഗായ്സ്, ഇതും ബേസാണ്. അടുത്ത ട്രൈ. അപ്പോൾ അടുത്ത ട്രൈ നമുക്ക് 5 കൊടുക്കണം. വേണ്ട, ഇതും കൂടി നമുക്ക് 5 ഓരോന്ന് കൊടുത്ത് തീർക്കാം. അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം ഒരു 5-6 ഒരുമിച്ച് കൊടുക്കുക. എഡ്മിൽസനാണോ? അല്ല. അപ്പോൾ ഇതും പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി, എൻ്റെ അൻസിൻ്റെ ട്രൈ മാറി അവസാനം 4 സ്പിന്നിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെങ്കിലും ഒന്ന് താടാ. അപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഫസ്റ്റത്തെ ഒരു 20 ട്രൈയിലേക്ക് കിട്ടാണ്ട് പിന്നെ നമുക്ക് ആ സെലക്ഷൻ കോൺട്രാക്റ്റ് കിട്ടിയിട്ട് അത് സേവ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വീണ്ടും കറക്കാം എന്നുള്ള രീതിയിലാണ്. എന്നിട്ട് എപ്പിക്ക് അടിക്കണം. അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു കീപ്പർ തേങ്ങാക്കൊല വേറെ ഒരു പ്ലെയർ താടാ കിട്ടണി. നമ്മുടെ ടോട്ടി ടാർഗറ്റാണ്. അതുപോലെ തന്നെ ടാർഗറ്റ് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ, ടോട്ടി, എഡ്മിൽസൺ, നമ്മുടെ ജെറാഡ്, ഈ 3 ആളാണ് എൻ്റെ ടാർഗറ്റ്. വേറെ ആരെ കിട്ടണമെന്ന്, കിട്ടിയാൽ ഗോളി ഒഴിച്ചാൽ വേറെ ആരും കിട്ടിയാലും മതി.
അപ്പോൾ ടാർഗറ്റ് എന്ന് പറയാൻ ഇവരൊക്കെ തന്നെയാണ്. അപ്പോൾ വീണ്ടും അടുത്ത സ്പിന്ന് നമ്മുടെ CB തന്നെയാണ്, ബേസ് കാർഡാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇഷ്യൂ ഒക്കെ നിങ്ങൾ ഇതാക്കിക്കോളൂ. നമ്മൾ ഇപ്പോൾ കുറേ കട്ട് ചെയ്ത് കളഞ്ഞാണ്. അപ്പം ഇതും 4 സ്റ്റാർ പ്ലെയർ എങ്ങാണ്ട് കിട്ടിയിരിക്കുന്നത്, തേങ്ങാക്കൊല. പിന്നെ നമുക്ക് ഇനി ഉള്ളത് 3 സ്പിന്നാണ് അങ്ങാണ്ടുള്ളൂ. നോക്കിയാൽ മേലത്തെ വരിക്ക് പോയിട്ടില്ല. അപ്പം നമുക്കൊന്ന് പ്ലെയർ വാല്യൂ കൊടുത്തിട്ടൊന്ന് കറക്കി നോക്കാം. അപ്പം അങ്ങനെ നോക്കി നോക്കാം. അപ്പോൾ അവസാനത്തെ സ്പിന്നല്ല, അതിന് മുമ്പത്തെ ഒരു സ്പിന്നാണ്. എന്തിട്ടൊക്കെ പറയണേ അല്ലേ. AMF ഇതും പോയിട്ടുണ്ട്. അപ്പം അടുത്ത സ്പിന്ന്, അപ്പോൾ ആദ്യത്തെ ഒരു 10 സ്പിന്ന് മൂഞ്ചലാണോ എന്ന് അറിയണമെങ്കിൽ ഈ ഒരു ട്രെയിൻ കൂടി കഴിയണം. അപ്പോൾ അനസിൻ്റെ സ്പിന്നോട് കൂടി നമ്മുടെ 10ാമത്തെ സ്പിന്നമ്മ കൊടുക്കണ്. അപ്പോൾ ഇത് ലേഗ് അടിക്കുന്നുണ്ട്. കിട്ടിയ എവിടെ കിട്ടാൻ. ഇത് വീണ്ടും ഇവന്മാർ ബേസ് വാരി കൊടുക്കണം. എന്താ പെറിയ അതന്നെ പറയാ അവന്മാരെ, അല്ല BP. ഇതൊക്കെ എന്തിട്ട് പേരാടാ, എന്തോരം പ്ലേയേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റത്തെ ഒരു ഇതിൽ കിട്ടിയത് കണ്ടോ, 10 ട്രൈയിലും മുഞ്ചലായിരുന്നു. അപ്പം നമുക്കിനി അടുത്ത 10 ട്രൈയിലേക്ക് പോകാം. അപ്പോൾ ഒരു 3-4 നമുക്ക് സിംഗിൾ ട്രൈ എടുത്തിട്ട് ഒരെണ്ണം നമുക്ക് 5-6 ഒരുമിച്ച് കൊടുത്തു നോക്കാം. അല്ലെങ്കിൽ വേണ്ട ഗൈസ്, നമുക്കൊരു 6 ട്രൈ ആദ്യം കൊടുക്കാം. ഓക്കെ, അപ്പോൾ 6 ട്രൈ ഞാൻ ചെയ്യണില്ല, അൻസിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അൻസ കൊടുത്താൽ 6. അപ്പോൾ അവൻ്റെ വക കിട്ടുമോ നോക്കട്ടെ. നമുക്ക് തൊട്ടാ ഭാഗ്യമില്ല, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ അവനെ കൊണ്ട് തന്നെ നമുക്ക് അർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ AMF ടോട്ടിയുടെ ഒക്കെ ഡ്രസ്സ് 10ാം നമ്പർ ആണോ, ടോട്ടിയാണോ എന്തായാലും ഇല്ല ഗൈസ്. തേങ്ങാക്കൊല. ഇവന്മാർക്ക് എന്താ വെയ്യേ, ഒരാളെ കിട്ടിയാൽ നമ്മൾ ഹാപ്പി. ഗോളി ഒഴികെ 6 കിട്ടിയാൽ നമ്മൾ ഹാപ്പിയാണ്. ഇപ്പോൾ ഇവന്മാർ തരാണ്ടിരിക്കാനുള്ള പ്ലാനിങ്ങാണ് ഗൈസ്, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നോക്കിയേ എവിടെ നിന്നാ പ്ലേയേഴ്സ്, നോക്കിയാൽ മേലത്തെ 3-4 തട്ടിക്ക് പോയിട്ടില്ല. അപ്പം ഇതേപോലത്തെ മൂഞ്ച അവസ്ഥയുള്ളവർ എന്തായാലും കമൻ്റ് ഇട്ടോളൂ. എൻ്റെ പോലെ ഉള്ളവന്മാർ എന്തായാലും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്കിനി ഓരോ ട്രൈ വെച്ച് കൊടുക്കാം. 3-4 ട്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിനി അത് സെലക്ഷൻ കോൺട്രാക്റ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതേ ഗൈസ് അവസാനം ട്രൈയും കൊടുത്തിട്ട് അപ്പം അത് നമുക്ക് ആദ്യം സേവ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ 10 കൊടുത്തിട്ട് മാത്രം അത് കറക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് സെലക്ഷൻ കോൺട്രാക്റ്റ് വഴി ഇതുപോലെ കിട്ടിയതാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ട്രയൽ തന്നെയോ അല്ലെങ്കിൽ ആദ്യം 20-നുള്ളിൽ തന്നെ കിട്ടിയോ നോക്കാം. അപ്പോൾ നമുക്ക് അവസാനത്തെ 10 മനസ്സിനെ കൊണ്ട് തന്നെ കൊടുപ്പിക്കാം. കിട്ടട്ടെ ഗായ്സ്. അപ്പോൾ ഇതിലെങ്കിലും കിട്ടുമോ, കുറച്ച് നേരം ഡിലേ ചെയ്തിട്ടൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അനസ് പറഞ്ഞാൽ നമ്മളിങ്ങനെ ട്രിക്കൊക്കെ നോക്കുന്ന ആൾ തന്നെയാണ്, ട്രിക്കിൻ്റെ പുലിയാണ് അനസ്. ലേഗൊക്കെ വരുന്നുണ്ടല്ലോ ഗായ്സ്. എപ്പിക്കടിച്ചു മക്കളെ, എപ്പിക്കടിച്ചു. ആരായിരിക്കും മൂഞ്ചി ഗായ്സ്. വേണ്ടെന്ന് പറയുന്നമാർ തന്നെ ഇപ്പന്മാർ തരുള്ളല്ലോ. എന്ത് ജാതി അവസ്ഥ. പൊന്നി, ഇത്രയും പ്ലേയേഴ്സ് ഉണ്ടായിട്ട് അവന്മാർ തന്നത് ഗോൾ കീപ്പറെ. നിങ്ങൾ നോക്കിയ അവസ്ഥ. എന്തായാലും സെലക്ഷൻ കോൺട്രാക്റ്റ് കിട്ടിയത് നന്നായി. ഇനി അത് വെച്ച് നമുക്കൊരു പ്ലെയർ എടുക്കാം. ഇനി ഇതിലും ഗോൾ കീപ്പർ അടിച്ചാൽ അടിപൊളിയായിരിക്കും. ഇന്ന് ഗോൾ കീപ്പർ ഇതിലടിച്ചാൽ ഇവന്മാരെ ഞാൻ അവിടെ പോയി തല്ലും. അതാണ് അവസ്ഥ, അത്രയും ഇതായിരിക്കാണ്. അപ്പം ഇത് നമുക്ക് അൻസിനെ കൊണ്ട് തന്നെ കൊടുപ്പിക്കാം. അപ്പം ഇതിലാരെ കിട്ടിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ കീപ്പർ ആവല്ലേ. ഓ ഭാഗിട്ട് സെൻട്രൽ മിഡ്ഫീൽഡർ ലിവർപൂളാണ് ഗായ്സ്. ജെറാഡിനെ തൂക്കി മക്കളെ. മതി. ഇനി നമുക്ക് സീനില്ല. ഒരാളെ കിട്ടി, നല്ലൊരു പ്ലെയറെ. ഗോളി കിട്ടാൻ ചാൻസ് കൊടുത്തടാ, എനിക്ക് ഭാഗ്യമില്ല. ഗായ്സ് അപ്പം നമുക്ക് 2 എപ്പിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം 2 എപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ജെറാഡും അതുപോലെ തന്നെ കീപ്പറും. അപ്പോൾ നമുക്ക് അവർ 2 പേരും ട്രെയിൻ ചെയ്ത് ടീമിലേക്ക് ഇടാം. അപ്പോൾ ഓവറോൾ എത്ര പോകുന്നൊക്കെ നോക്കാം. അപ്പോൾ ജെറാഡ് നമ്മൾ ട്രെയിൻ ചെയ്യാൻ പോവാണ്. ആളപ്പോൾ 105-104 പോകുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി 104ആണ്. അപ്പോൾ നമുക്കൊരു ബൂസ്റ്റർ കൊടുക്കാം.
അപ്പോൾ റാൻഡം കൊടുക്കണുള്ളൂ. അപ്പോൾ എന്തെങ്കിലും കിട്ടട്ടെ, ബാക്കി നമ്മൾ റെഡിയാക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് മതി. ഡിഫൻസ് അവയർനെസ്സൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആൾ 104 ആയിട്ടുള്ളൂ. അപ്പോൾ വേറെ മാനേജർ ചിലപ്പോൾ 105 ആവുമായിരിക്കും. അപ്പോൾ ജെറാഡിന് കിട്ടി, നമ്മൾ ഹാപ്പിയായി. അപ്പോൾ കീപ്പറെ പകരം ആ ടോട്ടീനും കൂടി ഇത് കിട്ടിയെങ്കിൽ അടിപൊളിയായേനെ. അപ്പോൾ ഉള്ളത് കൊണ്ട് വേണം പോലെ. അപ്പോൾ എന്തായാലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് ഗോളിനെ ട്രെയിൻ ചെയ്യാം. അപ്പോൾ ആൾക്ക് ഏകദേശം ഒരു 102-103 ഉണ്ടാവുമായിരിക്കും. ഗോളിന് നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം എന്നിട്ട് ആൾക്ക് നമുക്ക് ബൂസ്റ്റർ കൊടുക്കാം. അപ്പോൾ റാൻഡം കൊടുക്കണേ. സേവിങ് തന്നെ കിട്ടിയിട്ടുണ്ട്, ഭാഗ്യമുണ്ട്. അപ്പോൾ 103 ആയിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ സംഭവങ്ങളൊക്കെ നോക്കാനായിട്ട് സംഭവങ്ങളൊക്കെ 96-93 അങ്ങനത്തെ ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഹൈറ്റ് കുറച്ച് കുറവാണ്. ഇതിന് നല്ല സ്റ്റാറ്റ്സിൻ്റെ ഡിഹേക്ക് വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. അടുത്തൊരു വീഡിയോയിൽ കാണാം.